ബിഗ് ബോസിനകത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് നോക്കാം. ലൈവിൽ അവിടെ എന്തൊക്കെ നടക്കുന്നുണ്ട് എന്ന് നോക്കാം. എന്താ പറയാ, അട്ടയെ പിടിച്ച് മെത്തേ കിടത്തിയാൽ മെത്തേല് കിടക്കൂലല്ലോ. അപ്പം നടന്നത് അത് തന്നെയാണ്. അവിടെ എന്താ നടന്നതെന്നായിരിക്കും അല്ലേ. രേണു സുധി രാവിലെ എഴുന്നേറ്റ് വന്ന് കിച്ചണിലെ കാപ്പിയെല്ലാം എല്ലാവർക്കും കുടിക്കാൻ വേണ്ടി റെഡിയാക്കി വെച്ചതിന് മുമ്പ് തുപ്പണമെന്ന് തോന്നി. തുപ്പാൻ തോന്നിയത് എവിടെയാണോ കാണുന്നത് അവിടെ തുപ്പും. അതാണ് പണ്ട് മുതലേ ഉള്ള ശീലം. അത് മാറില്ല. അവിടെ ഒരു വേസ്റ്റ് ബിൻ ഉണ്ടായിരുന്നു, അതിൽ പോയിട്ട് അങ്ങനെ തുപ്പി കൊടുത്തു. ഇനി ശനിയാഴ്ച മോഹൻലാൽ വരുമ്പോൾ ലാൽ ചോദിച്ചോളൂ, നാണം കെട്ടില്ലേന്ന് ചോദിച്ചാൽ ഇനി നാണം കെടാനുണ്ട്. മൊത്തം മലയാളികളെ പറയിച്ചു. അല്ലെങ്കിൽ അതിനകത്ത് പോയതിനു ശേഷം എല്ലാവർക്കും അവളെ ക്യാപ്റ്റനാക്കുന്നതിനോട് യോജിപ്പുള്ളവരില്ല. വെറുതെ ഇരിക്കുകയായിരുന്നു, അവളൊന്നും ചെയ്യുന്നില്ല, ടാസ്ക് കൊടുത്ത ടാസ്ക് ചെയ്യുന്നില്ല, അതുകൊണ്ട് അവളെ ക്യാപ്റ്റനാക്കാൻ പറ്റില്ല എന്ന് അവരിൽ പലരും, ബിഗ് ബോസിനകത്തുള്ളവരിൽ പലരും പറയുന്നത് രേണുവിനെ ക്യാപ്റ്റനാക്കാൻ പറ്റില്ല. ടാസ്ക് കൊടുത്താൽ അത് ചെയ്യുന്നില്ല. ടാസ്ക് ചെയ്യാതെ അവിടെ ഇവിടെ മൂലയിൽ ഇരിക്കുന്നവർക്ക് ക്യാപ്റ്റനാകാനുള്ള യോഗ്യതയില്ല എന്നാണ്. ശരിയാണല്ലോ. നമ്മളെ ഒരു ദൗത്യം ഏൽപ്പിച്ചാൽ നമുക്കത് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് പോകരുത്. പ്രതീഷിന്റെ സൈഡും ചാരി നിന്നുകൊണ്ട് ഷോർട്ട് ഫിലിമിലും ആൽബത്തിലും അഭിനയിക്കുന്നത് പോലെയല്ല ബിഗ് ബോസ് എന്നുള്ളത് പൂർണ്ണമായി ബോധ്യപ്പെട്ടിട്ടുണ്ടാവണം രേണു രേഷ്മയ്ക്ക്, അല്ലേ? അങ്ങനെ ഇനി ഓരോന്നോരോന്നായിട്ട് പഠിച്ച് വരുമ്പോഴേക്ക് എന്താകുമെന്നറിയോ, എവിക്ഷനിൽ വന്നിട്ട് പുറത്തു പോകേണ്ട സ്ഥിതി വരും. 5 ദിവസം ഇരുന്നാൽ 50,000 രൂപ കിട്ടി, അതായല്ലോ. എത്ര കിട്ടിയാലും തികയാത്തവളല്ലേ. പിന്നെ ലാല് മൈജീൻ്റെ ഒരു ഫോൺ കൊടുക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു ഫോൺ എന്തായാലും സമ്മാനമായിട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ലൈവ് പരിപാടിയിൽ കേട്ടിരിക്കുന്നത്. അനീഷിനെ ക്യാപ്റ്റൻ ആക്കണ്ടെന്നാണ് പലർക്കും അവിടെ അഭിപ്രായം വന്നത്. പക്ഷേ ആരെ ആണോ ക്യാപ്റ്റൻ ആക്കണ്ട എന്ന് അവരുദ്ദേശിച്ചത്, അനീഷിൻ്റെ മുഖത്ത് മൊത്തം അവർ ക്രീം അങ്ങ് തേച്ചു. ക്രീമല്ല, ഷേവിങ് ക്രീം തേച്ചപ്പോൾ 7-8 പേര് തേച്ചിട്ടുണ്ട്. ഒരു 7 പേര് തേച്ചാൽ തന്നെ ആള് അവസാനം ഇപ്പം എന്തായി? അനീഷ് തന്നെ ക്യാപ്റ്റനായി. ആദ്യത്തെ ക്യാപ്റ്റൻ അനീഷ്, സ്ത്രീവിരുദ്ധനായ അനീഷാണ് ആദ്യത്തെ ക്യാപ്റ്റൻ. യൂട്യൂബേഴ്സ് എല്ലാവരും കൂടി രേണു സുധീനെ കുറ്റം പറയുന്നു, നാണം കെടുത്തുന്നു. രേണു സുധി സിന്ദാബാദ്, രേണു സുധി സിന്ദാബാദ് എന്നും പറഞ്ഞിട്ട് ഒരുപാട് പേര് രേണു രശ്മിക്ക് വേണ്ടിയിട്ട് ഘോരം പ്രസംഗിക്കുന്നുണ്ട്. രേണു സുധി ഗപ്പ് കൊണ്ടുവരുന്നു. പല ചായക്കപ്പും കൊടുക്കുമായിരിക്കും ലാലേട്ടൻ. അപ്പോൾ ഒരു ചായക്കപ്പുമായിട്ട് എവിക്ഷനിൽ ഇറങ്ങി വരും. ആ കാര്യത്തിൽ ഒരു തീരുമാനമായി. വീട്ടിനകത്ത് തുപ്പ് എന്ന് പറഞ്ഞ പണ്ട് പുരാതന കാലത്ത് മുതൽക്ക് വീട്ടിനകത്ത് ആരും തുപ്പിയതായിട്ട് കേട്ടിട്ടില്ല. ഇനി തുപ്പുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒക്കെ വളർന്ന സാഹചര്യം വെച്ച് അകത്ത് തുപ്പാനും സാധ്യതയുണ്ട്. രേണു സാധാരണ എവിടെയാണ് തുപ്പുക? ഒന്നുകിൽ നമ്മളെ പറമ്പും വീടും ഒക്കെ ഉള്ളവരാണെങ്കിൽ മുറ്റത്തോ അല്ലെങ്കിൽ പറമ്പിലോ മുറ്റത്തിൻ്റെ അപ്പുറത്ത് അതിർത്തിക്ക് അപ്പുറത്തോ തുപ്പും. ഇപ്പം ആരും മുറ്റത്ത് തുപ്പാറില്ല. അത് ഞാൻ പറഞ്ഞു തരാം. ഇപ്പം എല്ലാവരുടെ വീട്ടിലും കൈ കഴുകുന്ന വാഷ് ബേസിൻ ഉണ്ടാകും. അല്ലാണ്ട് പാത്രം കഴുകുന്ന ബേസിനിലല്ല, കൈ കഴുകുന്ന വാഷ് ബേസിനിലാണ് ഇപ്പം പല്ല് തേച്ചാലും അല്ലാതെയും തുപ്പാനുണ്ടെങ്കിൽ തുപ്പുന്നതും. അല്ലെ ബാത്റൂമിൽ ഒരു ബേസിൻ വെച്ചിട്ടുണ്ടാകും, അവിടെ തുപ്പുന്നു. അവിടെ പൈപ്പ് തുറന്നിട്ട വെള്ളത്തിൽ അതവിടെ ഇങ്ങനെ ക്ലീൻ ആകുന്നു. കുറച്ച് ലോഷനും ഒഴിച്ചിടണം. അല്ലാണ്ട് തുപ്പിയിട്ടിട്ട് പോരാനൊന്നും പറ്റില്ല. നമ്മളൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. അല്ലാതെ രേണു സുധീനെ പോലെ എന്തൊരു നാണക്കേട്. ബിഗ് ബോസിനകത്ത് കയറിയതിനു ശേഷം ഈ കൾച്ചർ ആദ്യമായി വെളിപ്പെട്ടു വന്നിരിക്കുന്നു.
ഒരുമാതിരിപ്പെട്ടവരുടെ ഒന്നും ശ്രദ്ധയിൽ അത് പെട്ടിട്ടില്ല. രാവിലെ എഴുന്നേറ്റ പാടെ അടുക്കളയിലേക്ക് ചെല്ലുന്നുണ്ട്. അവിടെ കോഫിയൊക്കെ എടുക്കുന്ന ആ തിരക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് രേണു സുധിക്ക് ഒന്ന് തുപ്പണം. തുപ്പാൻ അവിടെ വാഷ് ബേസിൻ ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ തൊട്ടടുത്ത് കാണുന്നത് വേസ്റ്റ് ബിൻ ആണ്. ആ വേസ്റ്റ് ബിന്നിലേക്ക് ആരും കാണാതെ ഒരൊറ്റ തുപ്പൽ. അത് കണ്ടസ്റ്റൻസ് ആരും കണ്ടിട്ടില്ല. ഒട്ടുമിക്കവാറും ലൈവ് കണ്ട ആൾക്കാരും അത് ശ്രദ്ധിച്ചു കാണാൻ സാധ്യതയില്ല. പക്ഷെ ലാലേട്ടൻ അത് ഒരുപാട് കാര്യങ്ങളൊന്നും ആയിട്ടില്ല. ഫസ്റ്റ് ഡേ അല്ലേ, ഇന്ന് തുടങ്ങിയതല്ലേ ഉള്ളൂ. ഇന്നലെ എല്ലാവരും കയറി ഇന്ന് പകൽ സമയം മുഴുവനും ടാസ്കുകളായിട്ട് ഓരോരോ ടാസ്കും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ ബിഗ് ബോസ് മുന്നോട്ട് പോകുന്നുണ്ട്. അങ്ങനെ ബിഗ് ബോസിൽ കയറിയവരെല്ലാവരുടെയും ആഗ്രഹം പോലെ വിന്നായിട്ട് വരട്ടെ. വിന്നാകാൻ പറ്റുന്നവർ വിന്നായിട്ട് വരട്ടെ. അല്ല കുറച്ച് ദിവസം നിന്നിട്ട് പണവും വാങ്ങിയിട്ട് വരുന്നവർ അങ്ങനെ വരട്ടെ. ഏതായാലും നല്ല കാര്യം. അപ്പോൾ എല്ലാവരോടുമായിട്ടൊരു കാര്യം, കിട്ടാവുന്ന അപ്ഡേഷൻസ് എല്ലാം ഞാൻ തരാം. എന്നെ സപ്പോർട്ട് ചെയ്യണേ. എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഷെയറും കമൻറ്റും തരിക. രേണുവിനെ കുറിച്ച് നമ്മൾ ന്യൂസിൽ പറയുന്നുണ്ട്. ഈ വാർത്തകൾ വായിക്കുന്നവർക്ക് ആർക്കും തന്നെ, അല്ലെങ്കിൽ രേണുവിനെ കുറിച്ച് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർക്ക് ആർക്കും തന്നെ രേണുവിനോട് ഒരു വ്യക്തി വൈരാഗ്യവും ഇല്ല. നമ്മൾ നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. അത്രയും കണ്ടാൽ മതി. രേണുവിനെ ഒന്ന് കാണാൻ ഇട വന്നാൽ, ഇവനെ കണ്ടാൽ ഒരു ഷെയ്ക്കാൻഡ് കൊടുക്കാനുള്ള ഒരു വകുപ്പ്, അത്രയും മതി. കൊച്ചിയിലാണ് വന്നിറങ്ങുന്നതെങ്കിൽ എനിക്ക് സൗകര്യം. ഷുവർ വേർതിരിവുണ്ടാക്കി. പിന്നെ അത് മാത്രമല്ല, ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാല് നമ്മള് ക്യാപ്റ്റൻ പറയുന്നത് കേൾക്കണം, അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ ക്യാപ്റ്റനോട് നമുക്ക് തുറന്ന് പറയാൻ പറ്റണം. അനീഷേട്ടൻ തന്നെയാണ് ഈ വീട്ടിൽ ഇത്രയും നേരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു ക്യാപ്റ്റനോട് നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ എങ്ങനെ തുറന്നു പറയും? അതിനെങ്ങനെ സൊല്യൂഷൻ കിട്ടും? അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ഒരാളായിരിക്കണം ക്യാപ്റ്റൻ, എങ്കിലേ ബാക്കി കാര്യങ്ങൾ മുൻപോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ചേട്ടൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് കേൾക്കാനൊരു മനസ്സോ നേരത്തെ പോലെ വിട്ടുകൊടുക്കാനൊരു മനസ്സോ ഒന്നുമില്ലാത്ത ആള് ക്യാപ്റ്റൻ ആയി കഴിഞ്ഞാൽ ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രേ ഉള്ളൂ. അടുത്തയാൾ